പൂക്കളെ സ്നേഹിക്കുന്ന പൂമ്പാറ്റയെ സ്നേഹിക്കുന്ന പാവം പന്നിക്കുട്ടി പടായി. ഇവൻ്റെയൊക്കെ കാര്യം കളിച്ച് ഭയങ്കര സങ്കടമാണ്. ഇവൻ ചാകാൻ പോണതിന് മുമ്പേ, അത് ഇന്ത്യൻ മിലിറ്ററി ഇവനെ തീർക്കുന്നതിന് മുമ്പ് ഇവൻ്റെ ഉമ്മാക്ക് ഇവനൊരു വീഡിയോ കോൾ ചെയ്തിരുന്നു. ഞാൻ പോവാണ്, എനിക്ക് വേണ്ടിയിട്ട് 72 വുമൺസ് ഇന്തസാർ ഖരേഗ മാം എന്നൊക്കെ പറഞ്ഞൊരു വീഡിയോ കോൾ കണ്ടായിരുന്നു. 72 ഹൂറിയാൾ കാത്തിരിപ്പുണ്ട് എന്ന്. അതും പറഞ്ഞിട്ട് ചെക്കൻ ഊറി കിട്ടിയോന്ന് എനിക്കറിയില്ല, പക്ഷെ വെടിയുണ്ട കിട്ടി. അവൻ്റെ ആസനം തുളഞ്ഞു എന്നാ പറഞ്ഞത്. ഇന്നലെ ഹിന്ദിക്കാരൻ്റെ വീഡിയോ ഉണ്ടായിരുന്നു. പാകിസ്ഥാൻ്റെ ഒരുത്തം പറയണേ, ഇൻ്റർനെറ്റ് കടലടി കൂടെ തന്നെ കേബിളുകൾ മുറിക്കും, ഇന്ത്യയിൽ ഇൻ്റർനെറ്റ് കിട്ടില്ല. പറഞ്ഞപ്പോൾ ഇന്ത്യക്കാരൻ പറഞ്ഞേ, എൻ്റെ ആസനം 6 ഇഞ്ചിൻ്റെ റിങ് പോണ രീതിയിലാക്കും ഇന്ത്യൻ പട്ടാൾക്കാരെന്ന് പറഞ്ഞ പോലെ ഇവനും തന്നെ കാര്യപ്പെട്ട എന്തോ കൊടുത്തിട്ടുണ്ട് ഇന്ത്യൻ പട്ടാളം. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്ത് സുഖമാണ് അവന്മാർക്ക് ഇതുകൊണ്ടില്ല എന്നുള്ളത്. പാമ്പ് പിടിച്ചവരെ കൊല്ലുക, എന്നിട്ട് ഞങ്ങളെന്തോ വലിയ സംഭവമാണെന്ന് പറയുക, ഇന്ത്യൻ മിലിറ്ററിൻ്റെ കൈ കൊണ്ട് ചാകാം. ഈ പറയുന്ന ഈയാമ്പാറ്റകളുടെ ഒക്കെ ഒരു ജന്മം. ഈയാമ്പാറ്റ കണ്ടില്ല, ചെതലായിട്ട് കുറേ കാലം നിന്ന് പിന്നെ പാറ്റയായിട്ട് രൂപപ്പെട്ട് ഏതാനും മണിക്കൂറുകൾ മാത്രം, അത് കഴിഞ്ഞാൽ നിങ്ങൾ സ്വയം ഒടുങ്ങും. അതുപോലെയാണ് തീവ്രവാദികൾ. നിങ്ങളങ്ങനെ ആക്കി മാറ്റുന്നതാണ്. ഇവരൊക്കെ ശരിക്കും പറഞ്ഞാൽ അമ്മയും അച്ഛനും പെങ്ങന്മാരൊക്കെ ഉള്ളതാണല്ലോ. ഇതിനങ്ങനെ ഒരു ട്രെയിൻ ചെയ്തിട്ട് നിങ്ങളെ ആ ഒരു അല്പായുസക്കാരാക്കി മാറ്റുക, പലതും പറഞ്ഞ് ഓഫർ ചെയ്തിട്ട് ജീവിതത്തിലല്ല മരിച്ചു കഴിഞ്ഞാലാണ് എന്തോ കിട്ടാൻ പോകണമെന്ന് പറഞ്ഞിട്ട് അതുങ്ങളെ കൊലയ്ക്ക് കൊടുക്കുക. ശരിക്കും ഇവരെയൊന്നും അല്ല കൊല്ലേണ്ടത്. ഇതിൻ്റെയൊക്കെ തലകളുണ്ടല്ലോ, ഇതിനൊക്കെ ട്രെയിൻ ചെയ്യുന്ന ആളുകളുണ്ടല്ലോ, അവരെയാണ് ഇല്ലാണ്ടാക്കുന്നത്. ഒരുപാട് കുട്ടികൾ ഇപ്പോൾ ഈ ചക്കനൊക്കെ എത്ര വയസ്സുണ്ടാകും? ചെറിയ കുട്ടിയാണ് ഇവനൊക്കെ, വലിയ പ്രായമൊന്നുമില്ല. ഇതിൻ്റെയൊക്കെ തലയിൽ ഈ തീവ്രവാദം കുത്തി വെച്ചിട്ടുള്ള ആ വ്യക്തികളെയാണ് ശരിക്കും പറഞ്ഞാൽ അരിപ്പ പോലെ ആക്കേണ്ടത്. മണൽ ധരിക്കാൻ ഉപയോഗിക്കണം അവനെയൊക്കെ, വടിയുണ്ട കയറ്റി അരിപ്പയാക്കിയിട്ട്. ഞാനിപ്പോൾ ഒരു വീഡിയോ ഉണ്ടായിരുന്നു, ഒരു കേരളത്തിലുള്ള നമ്മുടെ ഒരു മേജർ പറഞ്ഞ വിഷയം. ഒരു തീവ്രവാദിയാണ് എന്ന് പറഞ്ഞ് ഒരാൾ സ്വയം വന്നിട്ട് അല്ലെങ്കിൽ ഇന്ത്യയെ നോക്കി വെല്ലുവിളിച്ചാൽ അവന് മാക്സിമം ജീവിക്കാൻ കഴിയുന്ന വർഷം എന്ന് പറയുന്നത് 4 വർഷമാണ്. അതും എവിടെയെങ്കിലൊക്കെ ഉള്ളിലിരുന്നു കൊണ്ട് വീഡിയോ കോൺഫറൻസ് വഴിയൊക്കെ സംസാരിച്ചാൽ. പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ വിത്തിൻ വീക്കിനുള്ളിൽ തന്നെ ആളെ തീർക്കുന്ന പറയണേ. ആ രീതിയിലാണ് ഇന്ത്യൻ മിലിറ്ററി നിൽക്കുന്നത് ഇന്നും അന്നൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് കുറേ ആൾക്കാർ മോദിനെ കുറ്റം പറയുന്നുണ്ട്. അതിനുള്ള യോഗ്യൊന്നും ആർക്കും ഇവിടെ ഇല്ല. ഞാൻ ഒരു രാഷ്ട്രീയം പറയല്ല. ഈ കാശ്മീർ വിഷയം നമുക്ക് പണ്ടേ ഒതുക്കി തീർക്കാൻ പറ്റുന്ന ഒരു കാര്യമായിരുന്നു. പണ്ട് ഇന്ദിരാഗാന്ധിൻ്റെ സമയത്ത് എല്ലാ യുദ്ധത്തിൽ ഏകദേശം 90,000-ഓളം പട്ടാളക്കാർ, പാകിസ്ഥാൻ പട്ടാളക്കാർ നമ്മുടെ കയ്യിലുണ്ടായിരുന്നു, സറണ്ടറായിട്ട് ആയുധം വെച്ച് കീഴടങ്ങിയവർ. അവരെ വിട്ടു തരണമെങ്കിൽ കാശ്മീരിൻ്റെ പ്രശ്നം തീർക്കണമെന്ന് പറഞ്ഞിരുന്നെങ്കിൽ അതെന്നോ തീർന്നേനെന്നാണ് എൻ്റെ വിശ്വാസം. പക്ഷെ അവരെ ശ്രമിച്ചിട്ടില്ല. അതുകൊണ്ട് ഇന്നും അത് നീറി പുകയുന്നു. എന്തായാലും ഇതുപോലത്തെ തീവ്രവാദി കുഞ്ഞുങ്ങളൊക്കെ അല്പായുസായിട്ട് പോകുന്നത് കാണുമ്പോൾ സങ്കടമല്ല. ചിലപ്പോൾ ഇതിൻ്റെ തന്തി നല്ലെന്ന് അറിയുന്നുണ്ടാവില്ലേ, ഇതൊക്കെ ഇതിൽ വന്ന് പെട്ടിട്ടുള്ള കാര്യമൊന്നും ചിലപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടാവും ചിലപ്പോൾ അറിയുന്നുണ്ടാവുക. അപ്പോൾ തള്ള കരഞ്ഞ് പറയുന്നുണ്ട്, മോനെ നീ വാടാ, തിരിച്ച് വാടാന്നൊക്കെ പറയുന്നുണ്ട് ആ വീഡിയോയിൽ. അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു പാവം തോന്നും. പക്ഷേ അമ്മമാരെ തലയിൽ കുത്തി വെച്ച് കൊടുത്തിട്ടുള്ള വിഷം, അത് തള്ള കരഞ്ഞാലും ആര് കരഞ്ഞിട്ടും കാര്യമില്ല, ഇറങ്ങൂല അത്. എന്തായാലും പടായി, വൃത്തിക്ക് പടായി.